കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു രാഷ്ട്രീയ ബോധോദയം ഉണ്ടാകുന്നു. അദ്ദേഹം തന്റെ സംഘടനയെയും കൂട്ടി BJP നയിക്കുന്ന NDA പാളയത്തിലേക്ക് ചേക്കേറുന്നു. ഇതിനെ വെറും രാഷ്ട്രീയ മാറ്റമെന്ന് വിളിക്കാമോ? അതോ വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട EDയുടെ ഫെമ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മുൻകൂർ ജാമ്യം എന്ന് വിളിക്കണോ? ED നോട്ടീസ് നൽകുമ്പോൾ ഹാജരാകാതെ ചാർട്ടേഡ് അക്കൗണ്ടിനെ അയക്കുന്നതും തൊട്ടു പിന്നാലെ ഡൽഹിക്ക് വിമാനം കയറുന്നതും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? കിറ്റക്സ് ഗ്രൂപ്പ് MD സാബു M ജേക്കബ് 2020 എന്ന തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ NDAയുടെ ഭാഗമാക്കിയ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ ചുവടുമാറ്റത്തിന് പിന്നിലെന്നാണ്. എന്നാൽ അണിയറയിൽ കേൾക്കുന്നത് മറ്റൊരു കഥയാണ്. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഫെമ ചട്ടലംഘനത്തിൽ ED അന്വേഷണം മുറുകുന്നതിനിടെയാണ് ഈ ചുവടുമാറ്റമെന്ന്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്ന കാലത്ത് സാബുവിന്റെ ഈ നീക്കം ഒരു കവചമാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. ഫെമ ചട്ടലംഘനം ED അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തെ തണുപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ കുടയാണ് സാബു ഇപ്പോൾ തേടി പിടിച്ചിരിക്കുന്നത് എന്നാണ് ഉയർന്നു വരുന്ന പ്രധാന ആരോപണം. രാഷ്ട്രീയത്തെ ഒരു ബിസിനസ് തന്ത്രമായി ഉപയോഗിക്കുന്ന സാബു ജേക്കബ് EDയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ഈ കൂടുമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ തിരക്കഥ പരിശോധിച്ചാൽ തെളിയുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങളും അന്വേഷണ ഭയവും കൈകോർക്കുന്ന കാഴ്ചയല്ലേ. കിറ്റക്സ് ഗ്രൂപ്പിനെതിരെ ED അന്വേഷിക്കുന്നത് വിദേശ വിനിമയ ചട്ടലംഘനമാണ്. വിദേശത്തേക്ക് പണം അയച്ചതുമായും വിദേശ നിക്ഷേപവുമായും ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ED അന്വേഷണം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി സാബു M ജേക്കബിന് 2 തവണ നോട്ടീസ് നൽകി. എന്നാൽ നേരിട്ട് ഹാജരാകുന്നതിന് പകരം തന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ അയച്ചാണ് അദ്ദേഹം മറുപടി നൽകിയത്. അന്വേഷണം EDയുടെ റെയ്ഡുകളിലേക്കും അറസ്റ്റുകളിലേക്കും നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് NDA പ്രവേശനം സംഭവിക്കുന്നത്. ദേശീയ ഏജൻസികളെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ പിൻബലം സഹായിക്കുമെന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പരസ്യമായ രഹസ്യമാണ്. NDAയുടെ ഭാഗമാകുന്നതോടെ കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളി എന്ന സ്ഥാനത്തു നിന്ന് മിത്രങ്ങൾ എന്ന സ്ഥാനത്തേക്ക് ഒരാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടുമെന്ന് വിമർശകർ പരിഹസിക്കാറുണ്ട്. സാബു M ജേക്കബിന്റെ കാര്യത്തിലും ഇത് ചർച്ചയാകുകയാണ്. അന്വേഷണം കടുപ്പിക്കാതിരിക്കാനും തുടർ നടപടികൾ തണുപ്പിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ അടവ് നയമാണോ ഈ കൂടുമാറ്റം എന്നാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഒരേപോലെ സാബുവിനെ കടന്നാക്രമിക്കുന്നുണ്ട്. EDയെ പേടിച്ചാണ് സാബു BJP പാളയത്തിൽ അഭയം പ്രാപിച്ചതെന്ന് അവർ പ്രധാനമായും ആരോപിക്കുന്നു. അഴിമതിക്കാർക്കും സാമ്പത്തിക തിരിമറി നടത്തുന്നവർക്കുമുള്ള അഭയ കേന്ദ്രമായി NDA മാറുന്നു എന്ന സ്ഥിരം രാഷ്ട്രീയ വിമർശനവും സാബുവിന്റെ കാര്യത്തിലും ആവർത്തിക്കപ്പെടുകയാണ്. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിനു നേരെ വരുന്ന ഭീഷണികളെ മറികടക്കാൻ അദ്ദേഹം രാഷ്ട്രീയത്തെ ഒരു മറയാക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാന ആരോപണം. സാധാരണക്കാരൻ ഒരു ചെറിയ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ പോലും വീട്ടിലെത്തുന്ന ബാങ്ക് ജപ്തി നോട്ടീസുകളെ ഭയപ്പെടുന്ന നാട്ടിലാണ് കോടിക്കണക്കിന് രൂപയുടെ വിദേശ വിനിമയ ചട്ടലംഘനം, അതായത് ഫെമ ആരോപിക്കപ്പെട്ട ഒരു വ്യവസായി രാഷ്ട്രീയത്തെ ഒരു കവചമായി ഉപയോഗിക്കുന്നത്. EDയുടെ നോട്ടീസ് കിട്ടുമ്പോൾ ഹാജരാകാതെ ഒഴിഞ്ഞു മാറുന്നതും ആ സമയത്ത് തന്നെ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമാകുന്നതും തമ്മിലുള്ള ബന്ധം ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്വേഷണ ഏജൻസികളുടെ റെയ്ഡ് ഭീഷണി നിലനിൽക്കുമ്പോൾ രാഷ്ട്രീയമായി സുരക്ഷിതമായ ഒരു താവളം കണ്ടെത്തുക എന്നത് ഇന്ന് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ ഒരു സ്ഥിരം നമ്പറായി മാറിയിരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയ മാറ്റം എന്നതിനേക്കാൾ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് നേരെ വരുന്ന അന്വേഷണ മുനകളെ ഒടിച്ചു കളയാനുള്ള ഒരു ബിസിനസ് ഡീൽ എന്ന് വിശേഷിപ്പിക്കുന്നതാകും കൂടുതൽ കൃത്യമാകുക. ഇവിടെ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത് സാബു M ജേക്കബ് മാത്രമല്ല, മറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസ്യത കൂടിയാണ്.
കാരണം പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കൾക്കും സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യവസായികൾക്കുമെതിരെ ചീറിപ്പായുന്ന ED ഭരണപക്ഷ പാളയത്തിലേക്ക് ഒരാൾ കടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് ശാന്തരാകുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. സാബുവിന്റെ കാര്യത്തിലും ഇതേ മാജിക് സംഭവിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അന്വേഷണം പാതി വഴിയിൽ തണുത്തു പോവുകയോ കിറ്റിക്സിന് എതിരെയുള്ള ഫെമ കേസുകൾ ഫയലുകളിൽ ഉറങ്ങുകയോ ചെയ്താൽ കേന്ദ്ര ഏജൻസികൾ വെറും രാഷ്ട്രീയ പകപോക്കലിനുള്ള ആയുധങ്ങൾ മാത്രമാണെന്ന ജനങ്ങളുടെ ഭയം ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടും. നീതി നടപ്പിലാക്കുക എന്നതിലുപരി രാഷ്ട്രീയമായി വിധേയത്വം പ്രകടിപ്പിക്കുന്നവർക്ക് നൽകുന്ന ഒരു ക്ലീൻ ചിറ്റായി അന്വേഷണങ്ങൾ മാറുന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ്.